സർ എനിക്ക് കൂപ്പ് കൈയോടെ പറയാനുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളാണ്. ഞങ്ങളുടെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത്. കാരണം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വൈര്യമായിട്ട് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങളായിട്ട് എടുക്കരുത്. എൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. ഞങ്ങൾ സാധാരണ ജനങ്ങളാണ്. ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾ ഓരോ ആൾക്കാരും വോട്ടിന് വേണ്ടി ഞങ്ങളടുത്ത് വരുന്നില്ലേ? അപ്പോൾ ഞങ്ങളുടെ ജീവന് നിങ്ങൾക്ക് ഒരു വിലയില്ലേ? ഈ ഒരാൾ പൊട്ടി മരിച്ചപ്പോൾ ഞങ്ങളല്ല എന്ന് പറയുന്ന ആൾക്കാർ ശരി അവിടെ എവിടെയെങ്കിലും ബോംബ് ഉണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് മാറ്റാം എന്ന് ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇനിയിപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ കണ്ടിട്ടുണ്ട്, മറ്റേ ബോംബിലൊടുക്ക മറ്റേ ഇത് സ്കാനർ വെച്ച് കൊണ്ടുപോയിട്ട് എടുക്കുന്നില്ലേ? അതുപോലെ ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ കൊണ്ടുപോയി നടക്കേണ്ടി വരുമോ? പുല്ല് പറിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ കളിക്കുമ്പോൾ ക്രിക്കറ്റ് ബോൾ വീണിട്ട് അവർ പോയി എടുക്കും. അങ്ങനെ ഇവർ അലക്ഷ്യമായിട്ട് വെക്കണ ബോംബ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കരുത്. ഇതൊരു പ്രാർത്ഥനയാണ്. ഞാൻ എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ നാട്ടിലെയും ഓരോ ആളുകൾക്ക് വേണ്ടിയും ഞാൻ പറയുന്നത്. പാവങ്ങളാണ് സർ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഒന്നിനും സമയമില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, അത്ര ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദയനീയ അവസ്ഥയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ല സീന, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത്. ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് നമ്മളെല്ലാം അറിഞ്ഞു, അല്ലെങ്കിൽ നാട് മുഴുവൻ അറിഞ്ഞു. അതിന് മുമ്പ് ആ പ്രദേശത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് താങ്കൾക്ക് അറിയാമെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാവുമല്ലോ. മുമ്പ് ഇങ്ങനെ ഒരാള് മരിക്കുന്നത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാട്ടോ. ഞാൻ അവിടെ 39 വർഷമായി താമസിക്കണു. എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഒരാൾ ബോംബ് പൊട്ടി മരിച്ചത്. പിന്നെ ഇവര് എങ്ങനെയല്ലോ പൊട്ടിക്കണുണ്ട്, അത് എന്താണോ ബോംബാണോ ഓലപ്പടക്കാണോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളാണ്, ഞങ്ങൾക്ക് അതിനുള്ള അവകാശം തരിക. ആരുണ്ടാക്കിയാലും ശരി, ആ ഉണ്ടാക്കി വെച്ചെടുക്കുന്നത് നിങ്ങളത് എടുത്തുകൊണ്ട് പോകുക. ഞങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. അല്ല സീന, അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ പ്രതികരണം എന്താണ്? ഇപ്പോൾ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉണ്ടാവുന്ന വിഷയം എന്നുള്ളതിനപ്പുറത്ത് ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവും. അവിടുത്തെ ആളുകളെ നിങ്ങൾക്കും അറിയാം, അവർക്ക് നിങ്ങളെയും അറിയാം. അവരിക്കാര്യം ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നതാണെന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവര് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അവരടുത്ത് ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ തന്നെ പ്രതികരിച്ച ഏക വ്യക്തിയാണ് ഞാൻ. നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നറിയില്ല. എൻ്റെ വീട്ടിന് ബോംബ് എറിയുന്നോ എൻ്റെ വീട്ടിന് എന്തെറിയുന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ വീട്ടുകാരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ട്, എൻ്റെ ജീവിതം ബലിയർപ്പിച്ച് ഞാൻ ഇന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ആളുകളുടെയും ജീവന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് ആരോടും വ്യക്തി വൈരാഗ്യോ അല്ലെ ആരോടൊന്നും കാശ് വാങ്ങിയിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ പച്ച മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇക്കാര്യത്തിൽ പേടിയുണ്ടോ? നേരത്തെ സീന സംസാരിച്ചപ്പോ അമ്മ പറയല്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് പേടിയുണ്ടോ? പേടി അല്ല, അമ്മയ്ക്ക് പേടിയാണ്. അമ്മയ്ക്ക് പേടിയുണ്ട്. അറിയത്തില്ല സാർ. നാളെ ചിലപ്പോ ഞാൻ പോകുന്ന വണ്ടിയിൽ വല്ല വണ്ടി വന്ന് ഇടിക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടില് ബോംബെറിയാം, അല്ലെ എന്നെ വല്ല ലോറി ഇടിച്ചു കൊല്ലാം. ഇതൊക്കെ നടക്കും. നാളെ കാണാലോ. നിങ്ങൾ ന്യൂസ് എല്ലാവരും നിങ്ങൾ കേൾക്കുന്നുണ്ട്. എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ എന്ത് സംഭവിച്ചാലും അത് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുമെന്ന് എനിക്കൊരു ബോധമുണ്ട്. അല്ല, മുമ്പ് എന്തെങ്കിലും ഭീഷണിയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ദുരനുഭവങ്ങളോ ഒക്കെ ആ പ്രദേശത്ത് താമസിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആരും പറയില്ല സർ, ആരും പറയില്ല. അതിൻ്റെ അടുത്തുള്ള ചുറ്റുപാടിൽ എത്രയോ വീടുകളുണ്ട്. ഇവരൊക്കെ വന്നപ്പോൾ എല്ലാ വീടും വാതിലടച്ചിട്ട് ആളുകൾ ജനൽ തുറന്നിട്ട് ജനലിന്റെ ഉള്ളിലേ നോക്കുക ചെയ്തത്. അപ്പൊ ആ ഒരു ഭീകരാവസ്ഥ നിങ്ങൾ ആലോചിക്കുക. പറയാൻ ധൈര്യം കാണിച്ച ഞാൻ മാത്രമാണ്. അതായത് മാധ്യമങ്ങളോടോ പറയില്ല, അവിടെ ധൈര്യമില്ല ആളുകൾക്ക്. കാരണം അങ്ങനെ ആയാൽ ധൈര്യം പോലും അവർക്കില്ല. ഇല്ല, ആർക്കുമില്ല. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞാൽ സംസാരിച്ചാൽ നോട്ടപ്പുള്ളിയാവും, പിന്നെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാവും. അങ്ങനെയാണോ? ഇല്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്റെ ജീവൻ പോലും എനിക്കിപ്പോ നാളെ ഇപ്പൊ ഒരാഴ്ചക്ക് ഒന്നും ചെയ്തില്ല എന്ന് വെക്കും. പക്ഷേ ഇനിയും എന്റെ കൂടെ വർഷങ്ങളില്ലേ നമുക്ക് കിടക്കണേ. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതെന്നായി കണ്ടാല് എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കള് എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
അല്ല, നമ്മൾ ജനാധിപത്യമുള്ള ഒരു രാജ്യത്തല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇവിടെ നിയമവാഴ്ചയുണ്ട് എന്ന് നമുക്ക് കരുതാം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മിനിമം നമ്മുടെ ജനാധിപത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ സ്വതന്ത്രമായിട്ട് ഒരാൾക്ക് ജീവിക്കാനും യാത്ര ചെയ്യാനും അവന്റെ വീട്ടിൽ കംസെക്കം അതെങ്കും വേണ്ടേ സർ? അല്ല, ഇന്നിപ്പോ MP ഒക്കെ ഷാഫി പറമ്പിൽ MP ഒക്കെ ആ പ്രദേശം സന്ദർശിച്ചിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ധൈര്യം കൊടുക്കൽ തുടങ്ങിയവ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണ്. ആ നിലയ്ക്ക് കാര്യങ്ങൾ കുറച്ചെങ്കിലും മാറുന്നുണ്ടോ? അതായത് പണ്ട് തീരെ സംസാരിക്കാത്ത അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ആളുകൾ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. സീനയെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ സീന പറഞ്ഞത് ശരിയായി എന്ന് പറയാൻ നാട്ടുകാരും ഇപ്പോഴും തയ്യാറല്ലെന്നാണോ? ഇല്ല, ആരും വരില്ല. ഇത് പറഞ്ഞത് തന്നെ ഇനിയിപ്പോ എന്റെ അമ്മേനെ ഫോൺ വിളിച്ച് എല്ലാവരും പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ മോള് പറഞ്ഞത്, നിങ്ങൾക്ക് ജീവനിൽ ഭയമില്ലെന്നാ ചോദിച്ചത്. അല്ലാതെ പിന്തുണയ്ക്കാൻ ആരും വരില്ല, പറഞ്ഞത് ശരിയായി എന്ന് ആരും പറയുന്നില്ല. എന്റെ ജീവൻ എടുത്തിട്ടുണ്ട്. ഇല്ല, പറഞ്ഞിട്ടില്ല. പേടിയാണ് എല്ലാവർക്കും. ഫോൺ വിളിക്കുക, അയ്യോ എന്തിനാ നിങ്ങളത് പറഞ്ഞത്, എന്തിനാ അവളത് പറഞ്ഞതെന്നാ പറഞ്ഞത്. ഈ പറഞ്ഞത് മാറ്റി പറയണമെന്ന് ആരെങ്കിലും നിർബന്ധിക്കോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? നിർബന്ധിച്ചാലും ഞാൻ പറയില്ല സർ. സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ എനിക്ക് നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരാൾക്കും അവിടെ ഒരു സംഭവം സംഭവിക്കാൻ പാടില്ല, ഒരു ജീവനും ഇനി അന്യായമായിട്ട് എടുക്കാൻ പാടില്ല. അവിടെ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കണം. അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാക്കിയ ആളുകളോട് പറയുന്നത്, നിങ്ങൾ അവിടെ എന്തേലും വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതെടുത്ത് മാറ്റുക. ഞങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. ഇപ്പോൾ പോലീസും ഒക്കെ ഉണ്ടല്ലോ. ഈ കൊല്ലപ്പെട്ട ആളുടെ മകൻ, അദ്ദേഹം CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് മുമ്പുള്ള സംഭവങ്ങളിലൊക്കെ കൃത്യമായി അന്വേഷിച്ച് ആരാണോ ഇത് ഉണ്ടാക്കിയത് അവരെ പിടിക്കും എന്ന മട്ടൊക്കെ ഉണ്ടോ? അതോ ഒക്കെ ചടങ്ങാണോ? അറിയത്തില്ല സർ. പിടിച്ചാ നല്ലത്. ഞങ്ങള് ഭരണകൂടത്തിലും പോലീസിലും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു ആർമി ഉദ്യോഗസ്ഥന്റെ മകളാണ്. അപ്പോൾ ഞങ്ങൾ ഈ നിയമ സംവിധാനത്തിൽ വളരെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ എന്തെങ്കിലും ആപത്ത് വന്നാൽ നമ്മുടെ പോലീസിനെയാണ് നമ്മൾ നീതി തേടി പോകുന്നത്. അപ്പോൾ ഞങ്ങളെ സഹായിക്കണം. തീർച്ചയായും അതൊരു തരത്തിലുള്ള വിലാപമാണ്, അഭ്യർത്ഥനയാണ്.